ഉം. അതുകൊണ്ട് നോക്കിക്കോളൂ ഒരുവിധം റിലീജിയനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരിക്കും. ഏഷ്യന്നാവും. അതെ. പിന്നെ ഇന്ത്യയിൽ നാഗാരാധനയുണ്ട്, ചൈനയിൽ ഡ്രാഗൺ ഉണ്ട്, ഉം. അങ്ങനെ ഒക്കെ സെർച്ച് ചെയ്തോളൂ. ഇപ്പുറത്തെ സൈഡ് പാശ്ചാത്യ വെസ്റ്റേണിൽ പോയിക്കോ, അവരുടെ പതാകകൾ നോക്കിയോളോ, എല്ലാം പരുത് കരു- കഴുത് അതെ ആ രീതി. അതെ അതെ. അവിടെ അധികാരങ്ങൾ കൂടുതൽ അവിടെ ഉണ്ടാവും. സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇത് ഞാനിതാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റും. പക്ഷെ മുമ്പ് ഭഗവാൻ പറഞ്ഞ കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും ചെയ്യണത്. അതിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരുന്നത്. ഞാൻ എപ്പോഴും പറയണത് എൻ്റെ കഴിവുകൊണ്ടല്ല, അവിടെ യാഗം നടത്തിയിട്ടുള്ള ആ പൂജാരിമാരുടെ കഴിവല്ല. പക്ഷെ ആ യാഗത്തിന്റെ സമയത്ത് മുരുകഭവനും സിദ്ധന്മാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ശക്തി. ഞാനത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ഷനാണ്. അദ്ദേഹം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിൽ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നുള്ള റോള് അദ്ദേഹം വന്നില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ല, പോയിണ്ടാവും ഇവിടെ. ഈ 4 ബെൽറ്റിന്റെ ഉള്ളിലുള്ള ഹിന്ദുമതം അതേപോലെ നിൽക്കുന്നുണ്ട്. അതിന് 4 ബെൽറ്റിന്റെ പുറത്ത് നോക്കിയോ തകർന്ന് തരിപ്പണായി. സാധാരണ ഉത്തരേന്ത്യയിൽ എന്ത് പരിപാടി ചെയ്യണമെങ്കിൽ ബ്രാഹ്മണന്മാരാണ് പേർ. അതെ. അബ്രാഹ്മണരാണ്, ശിവഭക്തരാണ്. അവരെ വിളിച്ച് നീ അവിടെ ദിനതന്തി എന്ന് പറഞ്ഞ പേപ്പറിൽ വന്നത്, മോദിജി ഈ വെയിൽ മേടിക്കുമ്പോൾ വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞിട്ടാണ് വേൽ വേൽ അതെ വേൽ വേൽ ആ വാങ്ങിയിട്ട് പേരാണ് ഞാൻ മിസ് ചെയ്തത്. അത് ആശാൻ പോലെ പ്രതിഷ്ഠിക്കുന്നത്. അത് എവിടെ പ്രതിഷ്ഠിക്കുന്നത് നോക്കണം. പാർലമെന്റിന്റെ ഉള്ളിലാണ്. അതെ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണ നമ്മളൊക്കെ ഭരണ ഭരണം നിർവഹിക്കുന്ന സ്ഥലമാണ്. നമ്മളൊക്കെ ജീവിക്കണം അങ്ങനെ തീരുമാനിക്കുന്ന ഒരു നിയമം പാസ്സാവുന്ന സ്ഥലം അതാണ്. സ്ഥലമാണ്. അവിടെയാണ് ആ എനർജി ഭഗവാന്റെ മന്ത്രം ചോദിച്ച് വെക്കുന്നത്. ഈ പാർലമെന്റിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്ത് നോക്കിയോളൂ, മയൂര ഡിസൈനാണ് അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ വളരെ അത്ഭുതമായിട്ട് തോന്നിയത്. 888 സീറ്റാണ്. കൂട്ടി നോക്കുക, 6 വരിക ഷൺമുഖൻ. അപ്പൊ ഇതൊന്നും ഒന്നറിയാണ്ട് നടക്കണതാവില്ല. അന്ന് പ്രീതരൻ പറഞ്ഞില്ലേ ഈ യാഗം ചെയ്യുന്നത് ഇന്ത്യനെ പവറാക്കാനാണ് എന്ന് പറഞ്ഞല്ലോ മുരുകോവൻ. എന്നിട്ട് ആ എന്താ പറയുക ദണ്ട്, അതിന് പരിപൂർണമായത് എന്താ എന്താ നമ്മൾ പറയുക കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചെങ്കോലായിട്ട്. ആ ചെങ്കോലായിട്ട് അങ്ങ് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആധ്യാത്മിക ഭാവം ഉണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ സീക്കറാണ് ഞാൻ. പക്ഷെ മറ്റേ വശത്ത് എന്നുള്ളിൽ കിടക്കുന്ന ശാസ്ത്രീയ കമ്മ്യൂണിസം ഭാഗം എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നതെന്നാണ്. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞിട്ട് പുതിയ പാർലമെൻറ്റിന് മന്ദിരം തുറന്ന് അവിടെ ഇത് കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ ആ ദണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അത് ശരിക്കും ഒരു വിഷണറി എന്ന് പറയും. നമ്മൾ ചില ആൾക്കാർ ഒരു വിഷണറി എന്ന് പറയും. ആദ്യം നടക്കാൻ പോണ കാര്യത്തിനെ പറ്റിയിട്ട് ആൾക്കാരോട് പറയുന്ന ഒരു എന്തായാലും പറയുക, ഒരു ആസ്ട്രോളജിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നി. അപ്പോൾ ആസ്ട്രോളജി ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ഭയങ്കര, കാരണം സുബ്രഹ്മണ്യ ഭഗവാൻ ആസ്ട്രോളജേഴ്സിൻ്റെ എന്താ പറയുക, അവരുടെ കുലദേവതയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തേട്ടൻ്റെ പല യാഗങ്ങളും നമ്മൾ കാത്തിരിക്കുക. കാരണം എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞ് നിർത്തി ഇതിലൊരു ചോദ്യം ചോദിക്കാനുണ്ട് കേട്ടോ, വളരെ ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ്. ഈ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഈ ദണ്ട് വെച്ചതിനെ പറ്റി ഒരുപാട് സെൻസേഷണൽ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഭോഗസിദ്ധർ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിൽ എഴുതിയിരുന്നല്ലോ, ആ ഒരു ലൈഫിൽ വന്ന് അയാൾ കുറേ കാലം എവിടെയായിരുന്നു, ബാങ്കോക്കിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ തന്നെയായിരുന്നു പുള്ളി. അതിൽ വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ പുള്ളിയുടെ ശിഷ്യനായിട്ടുള്ള എന്താ പറയുക, പുള്ളിയുടെ പേര് പിടിമറന്നു, പുൽപ്പാണി സിദ്ധർ യാത്ര ചെയ്ത് അവിടെ പോയിട്ട് പുള്ളി ആദ്യം കൊടുത്തത് ഈ ദണ്ടാണ് അല്ലേ, കയ്യിൽ കൊടുത്തു. ഈ ദണ്ട് കിട്ടിയപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഞാൻ ഇതല്ല എൻ്റെ ലൈഫ് എന്നല്ലേ. അപ്പോഴാണ് പുള്ളി പറയുന്നത്. അങ്ങനെ തിരിച്ചറിവിലാണ് പുള്ളി തിരിച്ചു വരുന്നത്. ആ ഒരു തിരിച്ചറിവുള്ള സമയത്ത് ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിൽ അങ്ങനെ ചെയ്യുന്നത്, നമ്മളിപ്പം നമ്മളെ സത്വം മറന്ന് നമ്മൾ വേറൊരു രീതിയിലേക്ക് ഈ ലോകം മാറുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ രാജ്യം മാറുന്നതിന് ഒരു സിംബോളിക്കായിട്ട് നമ്മൾ തിരിച്ചു വരണം എന്നുള്ള സിംബോളിസമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ കണ്ടു, പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും അദ്ദേഹം ചെയ്യുന്നതും ഒരു പാരലായിട്ട് കണക്ട് ആവാറുണ്ട്. അതെ, 4 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, 2013 ആസ്ട്രൽ എർത്തിൽ മുരുകാന്റെ എനർജി വരുന്നത്. ആസ്ട്രൽ ഫിസിക്കൽ എർത്ത് വരുന്നത് 2020 2020 ഒരു യുഗം ചേഞ്ച് ചെയ്യുമ്പോൾ ലോകം നിശ്ചലമാവണം, സീറോ ആവണം. സീറോന്ന് വേണം പുതിയ യുഗം ആരംഭിക്കാൻ. 2020 കൊറോണ ടൈമിൽ ലോകം വേൾഡ് ലോക്ക്ഡൗൺ ആയി, എല്ലാ മൂവ്മെന്റും നിശ്ചലായി. ആ നിശ്ചലത്തിലാണ് പുതിയൊരു യുഗം ആരംഭിക്കുന്നത്. അവിടുന്ന് കറങ്ങുന്ന യുഗം മുരുക എനർജിയാ. അതാണ് ലോകത്തിൽ ഇനി മാറ്റി പറിക്കാൻ പോകുന്നത്. 2020 ശേഷം ആ മാറ്റം വേണം. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, അദ്ദേഹം ചെയ്തൊരു പ്രത്യേകത പറയാം. ഇത് ഭഗവാന്റെ ഡയറക്ഷനിൽ നമ്മൾ എന്നിട്ട് അതിന്റെ പ്രൊസീജിയർ ആരംഭിച്ച കാര്യങ്ങളാണ്. 2019 കൊറോണയുടെ സമയത്ത് ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാവരെയും
അതെ തീർച്ചയായിട്ടും അതെ നമ്മൾ വളരെ പിന്നെ അതുപോലെ വളരെ കോമഡിയാക്കി മാറ്റി ട്രോളൊക്കെ ചെയ്തു. അതെ ട്രോൾ ചെയ്തൊക്കെ ചെയ്തു. പക്ഷെ അതിലൊരു ഒരുപാട് പേര് കത്തിച്ചും ചെയ്തു. ഒരുപാടല്ല വെ- ഒത്തിരി പേര് അതിൽ വളരെയധികം അദ്ദേഹം അന്ന് കത്തിച്ച വിളക്ക് എന്താന്ന് ശ്രദ്ധിച്ചോ? ഇത് ഗൂഗിളിൽ നോക്കി എപ്പോഴും കിട്ടും. മയിലിന്റെ വിളക്ക കത്തിച്ച. ഓ അദ്ദേഹം ഉടുത്ത ഡ്രസ്സ് നോർത്ത് ഇന്ത്യൻ അല്ല, സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് എടുത്ത, മുണ്ടും ഇതൊക്കെ കൊടുത്തത്. അദ്ദേഹം ആ വിളക്ക് കത്തിയത് കൊറോണ പോകാൻ വേണ്ടിയിട്ടാണെന്ന് അലാവില്ല. പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിച്ച എനർജി എടുപ്പിച്ചതാ. വലിയ സ്റ്റേറ്റ്മെന്റ് അത്. ആ വിളക്ക് നോക്കിക്കോളൂ. ഇനി രണ്ടാമത്തെ ലെവലിലേക്ക് പോകണം. 2018 എൽഎംആർക്കിയുടെ ആദ്യത്തെ ഡ്യൂട്ടി. എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഗ്രീനിജ് ടൈം സോണാണ് ഇപ്പോഴത്തെ വേൾഡ്. ആ അതെ. ടൈം സോണിലാണ് നമ്മൾ മയൂര് മുരുകാന സിംഹാസനം പ്രതിഷ്ഠിച്ചു. ഗ്രീനിജ് ടൈം സോണാണ്. എന്തിനു പ്രതിഷ്ഠിച്ച ആൻഷ്യന്റ് വേൾഡിൽ ഉജ്ജയിനായിരുന്നു ഗ്രീനിജ് ടൈം സോൺ. അന്ന് ഇന്ത്യ ആയിരുന്നു പവർഫുൾ. പിന്നെ ഇന്ത്യയിലത്തെ എല്ലാ വസ്തുക്കളും കൊണ്ടുപോയി ബ്രിട്ടൻ പവർഫുള്ളായി. തീർച്ചയായിട്ടും അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പോകുമ്പോൾ സീറോ ടൈംസ് അവരുടെ ആക്കി. അതെ അത് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഉം, ഉം, ഉം. ആ സീറോന്റെ പവർ തിരിച്ച് ഉജ്ജയിനിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉജ്ജയിനിലെ യാഗം നടന്നത്. ഉജ്ജയിനി അങ്ങല്ല, 2018 പതിനെട്ട് അതെ 2020 നമ്മുടെ ഉജ്ജയിൻ യാഗത്തിന് മുമ്പായിട്ട് നമ്മുടെ ഉജ്ജയിലത്തെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചു ഇത് തിരിച്ച് ഇങ്ങോട്ട് വരണം. വരണം എന്നുള്ളത്. 2020 നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഇത് കഴിഞ്ഞ് നമ്മൾ വരുന്നു 2022 ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അല്ല പോകണം. അത് പ്രേക്ഷകർക്ക് അറിയേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയണോ? പറയണം അപ്പോഴല്ലേ അവർക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ 2020 നമ്മൾ ഉജ്ജയിനിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം. ഓരോ രാജ്യങ്ങൾക്കും ഓരോ എനർജികളുണ്ട്. ആ എനർജി യൂസ് ചെയ്ത് ആ രാജ്യം പവർഫുൾ ആവും. ഇപ്പോൾ സിംഗപ്പൂർ പോവുക. സിംഗപ്പൂർ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു നദിയുണ്ട്. അവിടെ അതിനൊരു സൈഡ് ബാങ്കുകൾ ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സൈഡ് മാത്രം വെച്ചേക്കും, ഈ സൈഡ് എന്തുകൊണ്ടാണ് വെക്കാത്തത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ചൈനീസ് വാസ്തുപ്രകാരമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പണം വരണമെങ്കിൽ ഇവിടെ ഇത് വേണം, ഇവിടെ വരാൻ പാടില്ല. അത് യിങ് പറഞ്ഞ ആ തത്വപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെബിലൈസേഷൻ, ഒരു സ്ത്രൈണ പുരുഷ എനർജി. യിങ്ങിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയാം. അപ്പോൾ അത് അവർ പറയും, നീ അമേരിക്കയിൽ പോവാ, അമേരിക്കയിൽ ഒരു ഡോളർ എടുക്കുക, അതിലൊരു പിരമിഡ് ഒരു കണ്ണും ഉണ്ടാവും. ഇനി അമേരിക്കയുടെ തലസ്ഥാനം ജോർജ് വാഷിങ്ടൺ ആണ്. അദ്ദേഹം ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഈ തലസ്ഥാനം സൃഷ്ടിച്ചത്. അതെങ്ങനെ ചെയ്തതെന്ന് നോക്കുക. അദ്ദേഹം ഒരു കണക്ക് പറയും, മേസൺ കണക്ക്. ഇതൊക്കെ ചെയ്യാൻ കാരണം ഈ രണ്ട് ഇലുമിനാറ്റി പവറാണ്. അതാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ എനർജി ഫുൾ അമേരിക്കയിലാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത്. ഇലുമിനാറ്റി പവർ എടുത്തിട്ടാണ് അമേരിക്ക ഇത്രയും പവർഫുൾ ആയത്. ഓരോ രാജ്യത്തിനും ഉണ്ട് ഇതേപോലെ ഉപയോഗിച്ച് ആ രാജ്യം പവർഫുൾ ആവും. ഈ സ്വിറ്റ്സർലൻഡിൽ ഒരു പവറുള്ള മണി പവർ ഉള്ളത് കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും പണം അവിടേക്ക് ഒഴുകി വരുന്നത്. അതിന് മേലെ മുരുകവാന്റെ പ്രതിഷ്ഠ വന്നാൽ ഇന്ത്യൻ ലെവലിലേക്ക് അത് മാറും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അതിനുശേഷമുള്ള ഇന്ത്യയുടെ വളർച്ച നോക്കിക്കോളൂ. 2020 ശേഷം ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക സ്ഥിതി മൂന്നാമത്തേലേക്ക് കടുക്കണു. കഴിഞ്ഞ ആഴ്ച പുട്ടിൻ്റെ ഒരു ഇതിൽ ഒരാൾ ചോദിക്കുകയാണ്, ലോകം ഏക ഭരണത്തിൽ നിന്ന് മാറി 3 ഭരണമായി, റഷ്യ, അമേരിക്ക, ചൈന എന്ന് ഒരു പുട്ടി വരെ ഒരു രാജ്യം കൊണ്ട് നിങ്ങൾ പറയണം, ഇന്ത്യ. ആ ലെവലിലേക്ക് ലോക നേതാക്കൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അടുത്തതാണ് നമ്മൾ അടുത്ത യാഗം. അങ്ങ് ചോദിച്ച യാഗങ്ങളുടെ പ്രസക്തി ചോദിച്ചത് 2021 ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ചെയ്യുന്നത്. അത് ആഗസ്റ്റ് 15 2020. ശങ്കരാചാര്യ സഞ്ചരിച്ച വഴികളിലൂടെ പോയി തീർത്ഥം കൊണ്ടുവന്ന് 4 മഠങ്ങളിലെ തീർത്ഥം കൊണ്ടുവന്ന് ഉജ്ജയിനിൽ മുരുക പൂജ ചെയ്ത് പഴനിയിലെ യാഗം നടത്തി. ശങ്കരാചാര്യരുടെ കാര്യം കൂടി നമുക്ക് ഇതിൽ കൂടെ പറയണം. കാരണം ശങ്കരാചാര്യ ഇന്ത്യ കണ്ട വലിയൊരു ഗുരുവാണ്. ഇന്ത്യ ഹിസ്റ്ററി മാറ്റി. അദ്ദേഹം വരുമ്പോൾ ബുദ്ധമതം തകർന്നു തരിപ്പണായി, ഹിന്ദുമതം തകർന്നു തരിപ്പണായി. അദ്ദേഹമാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. 32 വയസ്സ് സിസ്റ്റം കൊണ്ടുവന്നത്. കാരണം ഹിന്ദുമതം ഇല്ല. അദ്ദേഹം വന്നില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ല, പോയിണ്ടാവും ഇവിടെ. അദ്ദേഹം തിരിച്ചു വന്നു. 32 വയസ്സ് വരെയാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം എന്നിട്ട് 4 മഠങ്ങൾ വെച്ചു. ഈ 4 എനർജി പോയിന്റാണ്, 4 എനർജി ബെൽറ്റാണത്. അതായത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം AD 805 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് കാലം വിദേശ ഭരണാധികാരികൾ ഇവിടെ ഭരിക്കാൻ പോവാണ്. വീണ്ടും ഇത് തകർന്ന് തരിപ്പണാവും. അതാവാൻ പാടില്ല. അതിനു വേണ്ടി ഒരു 4 എനർജി ബെൽറ്റ് വെച്ച് അദ്ദേഹം. ചരിത്രം നോക്കിയോളൂ. ശങ്കരാചാര്യന്റെ കാലത്തിന് ശേഷം ഒരു 1000 വർഷത്തോളം പുറത്തുനിന്നുള്ള വിദേശ ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ചു.
ഈ 4 ബെൽറ്റിന്റെ ഉള്ളിലുള്ള ഹിന്ദു മതം അതേപോലെ നിൽക്കുന്നുണ്ട്. അതിന് 4 ബെൽറ്റിന്റെ പുറത്ത് നോക്കിയോ തകർന്ന് തരിപ്പണായി. ഓ കറക്റ്റ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ 4 ബെൽറ്റിന്റെ പുറത്തുള്ള രാജ്യങ്ങളിലും ഹിന്ദു ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ അവിടെ നിന്ന് അതൊക്കെ തകർന്നിട്ട് പോയി. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്ര കാലമായിട്ട് തകർന്നിട്ടില്ല, തകരൂല്ല. ഈ 4 സ്ഥലങ്ങളെ ഏതൊക്കെ 4 സ്ഥലങ്ങൾ? ജോഷിമഠ് ഹിമാലയം, ഓക്കെ. ദ്വാരക അപ്പുറത്ത്, ഇപ്പുറത്ത് പുരി, ഇപ്പുറത്തെ ശൃംഗേരി. ഓ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നത് ഒരു നമ്മൾ പറയില്ല ശരിക്കും ഒരു വരയിട്ട് വെച്ചോ. അതൊരു ബെൽറ്റാണ്, എനർജി ബെൽറ്റാണ്. അതിന്റെ പുറത്തുള്ളതൊക്കെ പോയി. അപ്പൊ അത്രയും ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ 4 മഠങ്ങൾ തീർത്ഥം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് ഭാരതത്തിന് വിശ്വഗുരു എന്ന് വീണ്ടും ആൾക്കാർ ലോകം വിളിച്ചു തുടങ്ങി. 2 വിക്രമാദിത്യൻ, അദ്ദേഹമാണ് ഉജ്ജയിന്റെ ഒരു ഭരണാധികാരി. ഉജ്ജയിനിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നാഗ എനർജി, ഗരുഡ എനർജി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. നാഗ ഗരുഡ കഥകളും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള ശത്രുതയും കാര്യങ്ങളും. ഇത് രണ്ട് എനർജിയാണ്. ഒന്ന് ആത്മീയ എനർജി, ഒന്ന് എനർജിയാണ്. ഗരുഡ അധികാര എനർജി, നാഗ ആത്മീയ എനർജിയാണ്. അതുകൊണ്ടാണ് കുണ്ടലിന്റെ ചുറ്റും അത് വളർന്ന് വലുതാവുമ്പോൾ പവർഫുൾ ആവും എന്നൊക്കെ പറയുന്നത്. ഏഷ്യൻ സൈഡിലൊക്കെ നാഗ എനർജി കൂടുതൽ. അതുകൊണ്ട് നോക്കിക്കോളൂ, ഒരുവിധ റിലീജിയനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏഷ്യന്നാവും. പിന്നെ ഇന്ത്യയിൽ നാഗാരാധനയുണ്ട്, ചൈനയിൽ ഡ്രാഗൺ ഉണ്ട്, അങ്ങനെ ഒക്കെ സെർച്ച് ചെയ്തോളൂ. ഇപ്പുറത്തെ സൈഡ് പാശ്ചാത്യ വെസ്റ്റേണിൽ പോയിക്കോ, അവരുടെ പതാകകൾ നോക്കിയോളൂ, പരുത്, കഴുത്. അവിടെ അധികാരങ്ങൾ കൂടുതൽ അവിടെ ഉണ്ടാവും. ഈ 2 എനർജി യോജിക്കുന്ന ഒരു സ്ഥലം, അപൂർവ സ്ഥലങ്ങളുള്ളൂ. അതിലൊരു സ്ഥലം ഉജ്ജയിന. പോയിന്റ്. ആ പോയിന്റിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യം പവർഫുൾ ആവും. ആ വിക്രമാദിത്യ മഹാരാജാവ് ആ പോയിന്റ് പവർ എടുത്തിട്ടാണ് ലോകം മുഴുവൻ ഭരിച്ചത്. അത് അബ്സോർബ് ചെയ്തിട്ട് അന്ന് പുള്ളിയുടെ സാധനം അവിടെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ലോകം മുഴുവൻ ഭരിക്കാൻ കാരണം ആ എനർജി എടുത്തിട്ടാ. അദ്ദേഹത്തിന്റെ കാലത്ത് പോലെ ഇന്ത്യ സമ്പൽ സമൃദ്ധി ആവണം, അതിനും കൂടിയിട്ടാണ് യാഗം. അപ്പൊ അതുകൊണ്ടാണ് ഉജ്ജയിൻ തെരഞ്ഞെടുത്തത്. ഉജ്ജയിനിൽ പൂജിച്ചിട്ട് നമ്മൾ പഴനിയിലാണ് 2021 അവിടെ പൂജ ചെയ്തിട്ട് പിന്നെ പഴനിയിലോ. അപ്പോ ആ യാഗം കഴിഞ്ഞാൽ നോക്കിയോളൂ, നമ്മുടെ രാജ്യം വലുതാവണമെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ട്രഷർ കിട്ടിയാലും വലുതാവും. ഗൾഫ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് വലുതായത്. അതെ, അവരുടെ നാച്ചുറൽ ഓയിൽ കിട്ടിയ കാരണമാണ് അവർക്ക്. ഇപ്പൊ നോക്കി, അതിന് ശേഷം ലിഥിയം കണ്ടുപിടിച്ചു, കൊല്ലത്ത് പെട്രോളിയം, ഇപ്പൊ കോബാൾട്ടിന്റെ നിക്ഷേപം ഇനിയും കണ്ടുപിടിക്കും. ഇനിയും നോക്കിയോളൂ. അങ്ങനെ നമ്മൾ ഈ സംസാരിക്കണ കഴിഞ്ഞാൽ വീണ്ടും വാർത്തകൾ വരും. ഭൂമിക്കടിയിൽ നിന്നുള്ള ഇതേപോലത്തെ നിധികൾ കിട്ടി, നിധി പറഞ്ഞാൽ നിക്ഷേപങ്ങൾ കിട്ടി, ഗ്യാസിന്റെ കിട്ടല് വേറെ വല്ല ഇതാവും. അങ്ങനെ കിട്ടിയിട്ട് കൺട്രി വലുതാവണത് പോലെ ഈ ഭാരതം ഇനി ഇപ്പൊ ഈ 3 കൊല്ലത്തിനുള്ളിൽ ഇത്രയും സംഭവം നടന്നു കഴിഞ്ഞു, ഇനിയും നടക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2022 ആ യാഗം നമ്മൾ പറഞ്ഞത്. ആ യാഗത്തിന്റെ പേരെന്ന സെന്തമിഴ് വീര ചോഴ പെരുവേൽവിന്ന. അത് ചോഴ രാജാക്കന്മാരുടെ എല്ലാ ചോഴ രാജാക്കന്മാർക്കും നമ്മൾ ബലിതർപ്പണം ചെയ്ത് ട്രിച്ചിയിൽ വെച്ച് അവർ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് മാലദ്വീപിൽ പോയി, തായ്ലൻഡ് പോയി, ഒക്കെ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഈ യാഗം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അത് എന്തിനു ചെയ്ത ചോഴന്മാരുടെ സംസ്കാരം ലോകം മുഴുവൻ അറിയാനും തമിഴ് സംസ്കാരത്തിൽ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് 6-ാം മാസത്തിനുള്ളിലാണ് പാർലമെന്റിൽ അതെങ്ങനെ തമിഴ്നാട്ടിലെ അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയ സാധനമാണ്. കാരണം ഉത്തരേന്ത്യയിൽ എത്ര സന്ദേശം, അതിലാണ് ഞാൻ ആക്ച്വലി ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയത്. ഉത്തരേന്ത്യയിൽ എത്ര സന്ദേശങ്ങളുണ്ട്. ആരെ വിളിച്ചില്ല? കാശിയിലുണ്ട്, ഹരിദ്വാറിൽ, ആരെയും വിളിക്കാതെ തമിഴ്നാട്. അതോ ബ്രാഹ്മണരല്ല, സാധാരണ ഉത്തരേന്ത്യയിൽ എന്ത് പരിപാടി ചെയ്യണമെങ്കിൽ ബ്രാഹ്മണന്മാരാണ് പേരാണ്. അബ്രാഹ്മണരാണ്, ശിവഭക്തരാണ്. അവരെ വിളിച്ച് അവിടെ ദിനതന്തി എന്ന് പറഞ്ഞ പേപ്പറിൽ വന്നത്, മോദിജി ഈ വെയിൽ മേടിക്കുമ്പോൾ വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞിട്ടാണ് അത് ആശാൻ പോലെ പ്രതിഷ്ഠിക്കുന്നത്. അത് എവിടെ പ്രതിഷ്ഠിക്കുന്നത് നോക്കണം. വീണ്ടും മോദിജിയായിട്ടുള്ള ആ കണക്ഷൻ വരെ കേട്ടാ പാർലമെന്റിന്റെ ഉള്ളിലാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണം നിർവഹിക്കുന്ന സ്ഥലമാണ്. നമ്മളൊക്കെ ജീവിക്കണത് അങ്ങനെ ഒരു നിയമം പാസ്സാവുന്ന സ്ഥലമാണ്. അവിടെയാണ് ആ എനർജി ഭഗവാന്റെ മന്ത്രം ചോദിച്ചു വെക്കുന്നത്. ഈ പാർലമെന്റിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്ത് നോക്കിയോളൂ, മയൂര ഡിസൈനാണ് അതിൻ്റെ ഉള്ളിൽ. അത് വളരെ അത്ഭുതമായിട്ട് തോന്നിയത്. 888 സീറ്റാണ്. കൂട്ടി നോക്കുക, 6 വരിക ഷൺമുഖർ. അപ്പൊ ഒന്നും അറിയാണ്ട് നടക്കണതാവില്ല. അപ്പൊ വീണ്ടും അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, മയൂര വിളക്ക് കൊടുത്തുന്നു, മയൂര വേല് പ്രതിഷ്ഠിക്കുന്നു, സന്യാസന്മാര് വരുന്നു. വീണ്ടും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. 3ാമത്തെ നമ്മൾ നടത്തുന്ന യാഗമാണ് 2023. ആ യാഗത്തിന്റെ പേര് യിങ് യാഗം. യിങ് എന്ന് പറയുന്നത് അറിയാലോ, 2 ഓപ്പോസിറ്റ് പവറിനെ ബാലൻസ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ സിമ്പിളാണിത്. യിങ് ചൈനീസ് സിമ്പിൾ. അത് ബോഗർ മഹർഷി ഒരുപാട് ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചൈനയിൽ നിന്ന്
പോയിട്ടുള്ള തിരിച്ചു വന്നിട്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. മുരുകാൻ്റെ ഇപ്പോഴത്തെ വിഗ്രഹം വിഗ്രഹം ചൈന എല്ലാതല്ല, കുറച്ച് ചൈനീസ് കെമിക്കലും ഉണ്ട്. ഒരു വട്ടം അദ്ദേഹം അവിടെ പോയിട്ട് ലാവോട്സുവിന്റെ പേരിൽ ശരീരം എടുത്തിട്ട് ഒരു മതം സ്ഥാപിച്ചു, താവോ മതം. അത് ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. താവോ മതം. അതൊരു പുസ്തകം എഴുതി, താവോ തേച്ച്. അത് ഈ ഇൻയാങ്ങാണ് അവരുടെ സിമ്പിൾ അതെ. താവോയിസത്തിൽ. അപ്പൊ നമ്മള് എന്തിനാ ചെയ്തു എന്നുള്ളത് വെച്ചാൽ ഭഗവാന്റെ ഡയറക്ഷനിൽ ഒരു കാലത്ത് ഈ കാലിംഗനാഥ സിദ്ധർ ഉണ്ടല്ലോ, ഗുരു, അദ്ദേഹം അവിടെയാണ് സമാധി ചെയ്ത്, ചൈനയിലാണ്. ഇദ്ദേഹം പലവട്ടം ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ചൈന, ബോധിധർമ്മന്റെ കഥയൊക്കെ അറിയില്ല, ചൈനയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ചൈന സ്പിരിച്വൽ പാത്തും ഭയങ്കര പവർഫുൾ ആയി. ഭയങ്കര സിനിമകളും ബുക്കുകളും വായിക്കുമ്പോൾ വളരെ ഓപ്പണായിട്ട് സാർ. പക്ഷെ ഇന്ന് അതൊരു ഒരു അതാണ് ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യ ഇവിടുന്ന് അങ്ങടും അവിടുന്ന് ഇങ്ങടും സ്പിരിച്വൽ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ധാരാളമായിട്ടുണ്ട്. കാലം പോയപ്പോൾ അത് അടഞ്ഞു പോയി. അവിടുത്തെ പൊളിറ്റിക്കൽ സാഹചര്യം മാറി, ഇവിടത്തെയും മാറി, അങ്ങടും ഇങ്ങടും ആ ഫുള്ള് പോയി. അത് ഓപ്പൺ ചെയ്യപ്പെടണം. എന്നാൽ ഇന്ത്യയും ചൈനയും കൂടുതൽ ശക്തമായ ബന്ധം വരണം, ഇന്ത്യക്കൊരു പ്രാമുഖ്യം വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2023 യിങ്യാങ് യാഗം നടത്തുന്നത്. നമ്മൾ താവോയിസ്റ്റ് നേതാക്കന്മാരെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു, അവര് വന്നിട്ട് ഞാൻ പങ്കെടുത്തിരുന്നത്. അവരോട് സിംഗപ്പൂരിൽ നിന്ന് വന്ന പങ്കെടുത്തു. ഇന്ന് ഞാൻ സിംഗപ്പൂർ പോകാട്ടാ, അവരുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ. അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ പോകും. അവര് ഗസ്റ്റ് ആയിട്ട് അവർ കുറെ ആൾക്കാർ വന്നിരുന്നു, കുറെ ആൾക്കാരായിട്ട്. അപ്പൊ അവരും കൂടെ അവരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ പൂർവികർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്നു, അതേപോലെ നമ്മൾ തിരിച്ച് നമ്മുടെ സംസ്കാരം ഉണ്ടായിരുന്നു, കൂടിച്ചേരെന്ന് പറഞ്ഞാൽ അവര് വന്നു പങ്കെടുത്തു. അന്ന് നോക്കും ഇപ്പോഴത്തെ വാർത്തകൾ, ഇന്ത്യ ചൈനയുള്ള പ്രശ്നങ്ങൾ തീർന്നു. ഇന്ത്യ ചൈന ഒന്നും കേൾക്കുന്ന പോലുമില്ല സത്യം പറഞ്ഞാൽ. അതിനുള്ളിൽ എന്താ നടക്കുന്ന പോലും അറിയാത്ത. കാരണം പല ഇപ്പോൾ റഷ്യൻ ഒരു ബെൽറ്റിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഒപ്പാണ് ഇന്ത്യ. അതാ പറഞ്ഞ, ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഒരു പുതിയ ലോകക്രമം ഉയർന്നു വന്നു തുടങ്ങി. നമ്മൾ എന്താണ് അന്ന് പറഞ്ഞത്, 2023 യാഗത്തിലെ ആ ഒരു എന്താ പറയാ സങ്കല്പം, ഇന്ത്യ ചൈന ഇവിടെ അത് ഓപ്പൺ ചെയ്യണം, അവർ തമ്മിൽ സൗഹൃദമാവണം, ഇന്ത്യക്ക് കൂടുതൽ മേധാവിത്വം കിട്ടണം, ഇന്ത്യയുടെ വാക്ക്. കാരണം ഇന്ത്യക്ക് മേധാവിത്വം കിട്ടിയാൽ അവർ നമ്മളെ വാക്ക് കേൾക്കുള്ളൂ. ആ ലെവലിലേക്ക് മാറി, ആ ഒരു വിഷയം മാറി, ഇന്ത്യ ചൈന റഷ്യ എന്നൊരു പുതിയൊരു ലോകക്രമം ഉയർന്നു വന്നു തുടങ്ങി. മൂർത്തികൾ ലോകക്രമം ഉയർന്നു വന്നു തുടങ്ങി. 1.5 കൊല്ലം എല്ലാവരും അതിന്റെ ഇടയിലാണ് ഞാൻ 2 സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ഒന്ന് സ്പിറ്റി വാലിയിലേക്ക് യാത്ര ഒരു അതിപ്പോ പറയണോ, സ്പിറ്റി വാലി ഈ യാഗം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ അതിന്റെ റിസൾട്ട് നമ്മുടെ മുമ്പിൽ ഒരു ലോകക്രമം മാറ്റി വരയ്ക്കുന്ന റിസൾട്ടാണ് ഒരു യാഗത്തിൽ നിന്ന് കിട്ടുന്നത്. ആൾക്കാർ ചോദിക്കേണ്ട ഒരു യാഗം നടത്തിയ റിസൾട്ട് കിട്ടും, അതല്ല നമ്മൾ കാണുന്നത്. ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഞാനിതാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റും. പക്ഷെ മുമ്പ് ഭഗവാൻ പറഞ്ഞ കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും ചെയ്യണത്. അതിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരുന്നത്. ഞാൻ എപ്പോഴും പറയണത് എൻ്റെ കഴിവുകൊണ്ടല്ല, അവിടെ യാഗം നടത്തിയിട്ടുള്ള ആ പൂജാരിമാരുടെ കഴിവല്ല. പക്ഷെ ആ യാഗത്തിന്റെ സമയത്ത് മുരുകഭവനും സിദ്ധന്മാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ശക്തി. അദ്ദേഹത്തിന്റെ ഡയറക്ഷനാണ്. അദ്ദേഹം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റിൽ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നുള്ള റോള് മാത്രമേ. തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വണ്ടിയിൽ ഓടിച്ചു പോയി ഭഗവാന്റെ വിഗ്രഹം. അതിലേക്ക് അടുത്തതാണ് 2024 ഉജ്ജയിനിൽ പഠിച്ച യാഗം. ആ യാഗത്തിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഭാരത് എന്നുള്ള വാക്കിന് ശക്തി കിട്ടാൻ അന്ന് നമ്മൾ 2 പേർക്ക് ബലിതർപ്പണം ചെയ്തു. ഒന്ന് ഡോക്ടർ BR അംബേദ്കറിന്, 2 ഭാരതം എന്നുള്ള പേര് കിട്ടാൻ കാരണക്കാരനായ ഭരത് മഹാരാജാവിന്. 2 പേർക്ക് അന്ന് ഭാരത പേര് കിട്ടിയിട്ടില്ല. അതിന് മുന്നെയാണ് ഈ യാഗം നടന്നത്, അതോ ഇതിനു മുന്നെയാണോ? അല്ല, ഭാരത് എന്നുള്ള പേര് അല്ല, ഞാൻ പറഞ്ഞ പേര് ഇപ്പൊ ഭാരത് എന്നുള്ള പേര് വളരെയധികം യൂസ് അതിലേക്ക് ഞാൻ പറഞ്ഞത്. അത് ചെയ്തു തുടങ്ങി. അത് 2 പേർക്ക് ഈ മൂന്ന് മറ്റേ ബലി തർപ്പണം കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ഓരോ യാഗത്തിന് മുമ്പ് അത് ചെയ്യാം. അതുണ്ട്, അതിനായി കിടക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യം അത്. അപ്പോൾ അത് 2 പേർക്കും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മുരുകന്റെ വിഗ്രഹം പഴനി ടു ഉജ്ജയിൻ ബൈ റോഡാണ് കൊണ്ടുപോയത്. അതിന് കാരണം എന്താ വെച്ചാൽ കട്ടിങ് സൗത്ത് ഇല്ലാതാക്കല. കാരണം ഭയങ്കരമായിട്ട് കട്ടിങ് സൗത്ത് നിന്ന് കയറി വരപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ അത്ര സംഭാഷണങ്ങൾ കൂടി തുടങ്ങി. കാരണം സൗത്ത് വേറെ നോർത്ത് വേറെ. കാരണം ഒരു പാർട്ടിക്ക് അവിടെ കൂടുതൽ സീറ്റ്, ഇവിടെ സിനിമയിൽ സംസാരം വന്നല്ലോ. അത്തരം സംഭവങ്ങൾ ഇല്ല. കട്ടിങ് സൗത്ത് ഇല്ലാണ്ട് ഇന്ത്യ മൊത്തം, ഭാരതം മൊത്തം, ഇന്ത്യ മൊത്തം ഒറ്റ കൺട്രി എന്നുള്ള ലെവലിലേക്ക് ആവാനായിരുന്നു.
അതിനുശേഷം ആ ഇലക്ഷൻ്റെ അതിനുശേഷമാണ് ഇലക്ഷൻ നടന്നത്. റിസൾട്ടിന് ശേഷം കട്ടിസൗത്ത് ഇല്ലാണ്ടേ. കാരണം ഇവിടുത്തെ പാർട്ടികളും കൂടി ഭരണത്തിൽ പങ്കാളികളാണ്. അതെ. അപ്പം ആ ഇവിടുന്ന് എന്താ പറയുക മന്ത്രിമാർ മന്ത്രിമാരുണ്ട്. TDP പോലത്തെ പാർട്ടി, സൗത്ത് ഇന്ത്യൻ പാർട്ടി അവിടുത്തെ പ്രധാന ഭരണത്തിലുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക ഒരു MP പോലും പിന്നെ പോലും ഇതാക്കി. ഒരിക്കലും അതെ. അപ്പം അതിൽ അതാണ് രസം. തൃശ്ശൂർ തൃശ്ശൂർ അല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചറിയാം എല്ലാവരും ഡോക്ടർ B.R. അംബേദ്കറിനെ കുറിച്ചിട്ട് സംസാരിക്കണം. പ്രധാനമന്ത്രി ഭരണഘടന പ്രതിപക്ഷ നേതാവ് പറയണു. എല്ലാവരും B.R. അംബേദ്കറിനെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. എന്ന് ഭരണഘടന ഒരു സ്റ്റാറായി മാറി. ഭയങ്കര നമ്മൾ അന്ന് അതിനു മുമ്പാണ് ഈ യാഗത്തിലാണ് നമ്മൾ B.R. അംബേദ്കറിന്റെ പേര് വെച്ച് നമ്മളത് ചെയ്യുന്നത്. പെട്ടെന്ന് ഭാരത് എന്നുള്ള പേര് സംസാരിച്ചു തുടങ്ങണു. അത് വലിയ കോൺട്രവേഴ്സി ആയി പറഞ്ഞു ഭാരത് ഇന്ത്യാസ് ഭാരത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നു. B.R. അംബേദ്കറിനെ കുറിച്ച് എല്ലാവരും പ്രധാനമന്ത്രി പറയണു, പ്രതിപക്ഷ നേതാവ് പറയണു, ബാക്കിയുള്ളവർ പറയണു. ഒരു പ്രധാന ഇതായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഭാരതത്തിന് ജയ് ഭാരത് ജയ് ബി ഇത് രണ്ടും ചേർന്നാണ് ഭാരതത്തിന്റെ ശക്തി. ജയ് ഭാരത് ജയ് ബി അതാണ് മുദ്രാവാക്യം വേണ്ട ഭാരതത്തിന്റെ. അത് പവർഫുൾ ആവും ആ ഭാരത്. അതിലൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഭാരതത്തിലെ എല്ലാ അടയാളങ്ങളും നോക്കിയോളൂ. ഇത്ര ഹിന്ദു അടയാളങ്ങൾ ഉണ്ടായിട്ടും ഭാരതത്തിന്റെ പ്രധാന അടയാളങ്ങൾ ബുദ്ധമത അടയാളങ്ങളാണ്. അശോക സ്തംഭം ഇതിലുള്ളത്, കൊടിയിലുള്ളത്. അശോക ചക്രം നമ്മുടെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ B.R. അംബേദ്കർ പോലെ അവസാന കാലത്ത് ബുദ്ധമതത്തിലേക്ക് മാറി. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അശോകനും 9 പേരും അത് നമ്മൾ കോൺട്രവേഴ്സി തിയറി ആയിട്ട് പറയാറുള്ളതാണ്. പക്ഷെ അതൊരു സത്യമാണ്. നമ്മുടെ അശോക ചക്രവർത്തിക്ക് ബുദ്ധമതത്തിലേക്ക് മാറണ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് അറിവുകൾ 9 പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ട് 9 പണ്ഡിതന്മാരോട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോണത്. ഈ 9 പണ്ഡിതന്മാർ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു എനർജി ആധുനിക ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഒരു എനർജിയുടെ എഫക്റ്റാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. രണ്ട് ആണവായുധങ്ങളും ഒന്ന് നമ്മൾ ആദ്യത്തെ ആണവായുധത്തിന്റെ കോഡ് എന്താ അറിയുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത്തെ അണുവാദം ചെയ്തത് ബുദ്ധ പൂർണിമയില. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, ഒന്ന് വാജ്പേയി. രണ്ട് ഗവൺമെന്റാ. രണ്ടു പക്ഷെ വന്നത് ബുദ്ധന്റെ പേര്. അപ്പൊ അതിനൊരു എനർജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുമ്പോൾ എഫക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഇനി അങ്ങ് കണ്ടോളൂ. ആ ഒരു ബുദ്ധ ഇത് കുറെ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യും, അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി വേറെ ഒരു കൗതുകര കാര്യം കൂടി പറയാം. നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ സുരേഷ് ഗോപി, സുരേഷ് ഗോപി സാറ് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഫയൽ ഒപ്പിടുന്ന ഒരു പടമൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടോ, വീഡിയോ ഒക്കെ. അല്ല അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നോക്കിയൊക്കെ ഒന്ന് ദേശീയ പതാക, അതൊക്കെ സ്വാഭാവികമാണ്. ജനപ്രതിനിധി ഉണ്ടാവും. ബുദ്ധ പ്രതിമയാണ്. അങ്ങനെ നോക്കിക്കോളോ. ഇത് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ യാന്ത്രിക നടന്നോ, പക്ഷെ ഇത് സംസാരിക്കുമ്പോഴാണ് ഞാൻ അത് ആലോചിച്ചത്. ഭാരത് എന്നുള്ള പേര് ഞാൻ അന്ന് ആലോചിച്ചിരുന്നു. ആ യാഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉജ്ജയിനിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഭാരത് എന്നുള്ള പേര് ഞാനിത് ഈ സങ്കല്പെടുക്കുമ്പോൾ ഞാനുണ്ടല്ലോ അന്ന് അവിടെ നിൽക്കുമ്പം. അന്ന് സിംഗപ്പൂരിൽ നിന്ന് ആൾക്കാരും വന്നിരുന്നത്. അപ്പോൾ ആ സങ്കല്പെടുക്കുന്ന സമയത്ത് ഭാരതം ഇതൊക്കെ പറയണു. എന്താ പറയുക, നമ്മളുടെ എന്താ പറയുക, ഈ ഭരണഘടനയെ പറ്റി പറയണു. ഒക്കെ ഭയങ്കര ഉദ്ഘോഷണം പറയുന്നുണ്ടെങ്കിലും ഇതെന്തോ നടക്കുന്നു എന്നുള്ള തോന്നലാണല്ലോ സാധാരണ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞുണ്ടായിരുന്ന ഇൻസിഡൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക തന്നെ വീട്ടിൽ വന്ന് കാണുകയും നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ. പക്ഷെ എനിക്ക് ഓരോ ദിവസം ഇംപ്രഷൻ കൂടി വരുന്ന പ്രവൃത്തി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഭാരത് എന്നുള്ള പേര്. പിന്നെ ഞാൻ തിരിച്ചു വായിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരു എന്താ പറയുക, ഒരിക്കലും BJPക്ക് ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമെന്ന് പോലും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ സർപ്രൈസ് ആയിപ്പോയി അല്ലേ. സൗത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്കൊരു എന്താ പറയുക 1-2 ടിക്കറ്റൊക്കെ വന്നു, ആ ഒരു കണക്ഷൻ വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ 2024 അപ്പം ഈ ചെയ്യുന്ന എല്ലാ യാഗങ്ങളിലും ഞാൻ എപ്പോഴും കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം ഈ ബലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സാധാരണക്കാരൻ എപ്പോഴും പറയുന്നതൊന്നും വിചാരിക്കേണ്ട. വളരെ സാധാരണ ട്രഡീഷണൽ ജീവിതം നയിച്ചു വന്നിട്ടുള്ള ഈ ഒരു
ഈ താന്ത്രികമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പിരിച്വലിസം അല്ലെങ്കിൽ ഒരു ആത്മീയതൊക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ പൂജ അത് പിന്നെ ഭോഗസിദ്ധരുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു ബലി ഇപ്പം ഞങ്ങൾക്ക് ഗുരുനാഥനോട് കാണുന്ന ഡോക്ടർ ശ്രീനാഥ് കാര്യമായിട്ട് എപ്പോഴും പറയുന്നത് ശ്രീനാഥ്ജി പറയുന്നത് ബലി എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുന്നതാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം എന്തുകൊണ്ടാണ് ഈ യാഗത്തിന് മുന്നേ ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തിന്റെ ഡയറക്ഷനാണ്. ഡയറക്ഷനാണ് അതിൽ പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയേഴ്സ് ഒന്നിനൊരു ബന്ധമില്ല. അദ്ദേഹം ഇന്ന് ചെയ്യാൻ പറയണു ഞാൻ ചെയ്യുന്നു. പക്ഷെ അതിലൊക്കെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ശക്തമായി അത്ഭുതപ്പെടുത്തുന്ന കാര്യം. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ മുരുക അടിയാറാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ചെയ്യുക എന്നതിന്റെ അപ്പുറം വേറെ ഒന്നും എനിക്ക് ഇല്ല. വേറൊന്നുമില്ല. അപ്പൊ ഇവിടെ ഓരോ യാഗത്തിനും ആ യാഗത്തിനായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരുടെ അനുഗ്രഹം ആവശ്യമാണ്. നമ്മൾ എന്ത് റിസൾട്ടിന് വേണ്ടി ചെയ്യുമ്പോൾ കാവൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താറുണ്ട്, നമ്മൾ പൂജ ചെയ്യാറുണ്ട്. ഇതേപോലെ മഹാത്മാക്കൾക്ക് ബലി കൊടുത്തിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. എന്നിട്ടാണ് യാഗത്തിലേക്ക് കിടക്കുക. ആ ഒരു പ്രൊസീജിയർ 3 പ്രൊസീജിയർ ഉണ്ട്. അതിൽ ആ കാവൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ഞാൻ ആരെയും അറിയിക്കാറില്ല, ഞാൻ മാത്രം പോയി ചെയ്യണതാണ്. രണ്ടാമതാണ് ഈ മഹാന്മാരെ അവർക്ക് ബലി കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മൾ യാഗത്തിലേക്ക് കിടക്കുക. അത് എല്ലാ യാഗത്തിനും ഭഗവാൻ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അതിനൊരു എന്താ പറയുക, ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി വേണം ഞാൻ ഈ ദൗത്യം ചെയ്യാൻ. കാരണം നമുക്ക് ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പൂർണ്ണമായിട്ടുള്ള അതിലേക്ക് എത്താൻ പറ്റുള്ളതായിരിക്കാം നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാം. ഓരോ യാഗത്തിനും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യത്തെ യാഗത്തിന് വിക്രമാദിത്യന് 9 പണ്ഡിതന്മാർക്കായിരുന്നു, ചോഴ രാജാക്കന്മാർക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ BR അംബേദ്കറിന് ഭരത് മഹാരാജാവിനെ. അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. അതിന് അങ്ങനെ ഇപ്പൊ നേരത്തെ പറയല്ലോ സാധാരണക്കാരെന്ന് ഇടയ്ക്ക് പറയണത് സത്യമാണ്. സാധാരണ എനിക്കും ഞാനൊരു ആ പുസ്തകത്തിൽ മുമ്പിൽ നിൽക്കുന്ന കുട്ടി ഞാനാണ്. അതെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കി കാണാന്നുള്ളതാണ് എനിക്ക് പറയാൻ. കാരണം ഒരു സാധാരണക്കാർ ഒരു കാര്യം ചെയ്യുന്നത് ലോക ചരിത്രത്തെ മാറ്റിമറിക്കണ റിസൾട്ട് ഉണ്ടാക്കണു എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പവർ എന്നെ നയിക്കണ സേനാനായകനും എന്റെ ട്രെയിനർക്കും എന്റെ ഗുരുനാഥനും എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ശക്തിയാണ് അത്. അപ്പൊ അദ്ദേഹം ഈ കാലത്തേക്ക് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം സെറ്റ് ചെയ്യുന്നത് ആ ഡോട്ടുകൾ എന്നെ കൊണ്ട് പൂരിപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ആ പിക്ചർ കാണാൻ വേണ്ടി ഓരോ കർമ്മം കഴിയുമ്പോൾ ഓരോ കർമ്മങ്ങൾ മാറി വരുമ്പോ അതിന്റെ ഇതാണ്. അതുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ തുടർച്ചയായി പോയിട്ടാണ് നമ്മൾ അടുത്ത യാഗത്തിൽ. ഇനി അടുത്ത ഏതാണ് യാഗം വരുന്നത്? മൊത്തം 6 യാഗങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര യാഗം കഴിഞ്ഞു? 4 യാഗം കഴിഞ്ഞു. ഈ 2 യാഗം പഞ്ചഭൂതങ്ങളാണ്. 5 പഞ്ചഭൂതം പ്ലസ് ടൈം. 5 ഭൂതങ്ങളും ടൈമും ഇതാണ് നമ്മുടെ യാഗത്തിന്റെ 6 യാഗങ്ങൾ. 4 യാഗങ്ങൾ കഴിഞ്ഞു. ഇനി 5ാമത്തെ യാഗമുള്ളത് അഗ്നിയാഗമാണ്. അഗ്നിയാണ് അടുത്ത അഗ്നിയാഗം. ഈ അഗ്നിയാഗത്തിലേക്ക് ഇറങ്ങും. ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് 6ാമത്തെ യാഗം ടൈം ഭയങ്കര മഹായാഗാവും. അത് കഴിഞ്ഞ എന്നോടൊരു മുരുക കോൺഫറൻസ് വെക്കാൻ പറയുന്നുണ്ട്, വേൾഡ് മുരുക കോൺഫറൻസ്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 2 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ 3 മാസം മുമ്പ് DMK ഗവൺമെന്റ് പഴനിയിൽ വേൾഡ് മുരുക കോൺഫറൻസ് നടത്തി. ആലോചിച്ചേക്കും, നമ്മൾ 2 കൊല്ലം മുമ്പ് പറയണ കാര്യം ഈ പുസ്തകത്തിൽ വായിച്ച ഉണ്ട്. പെട്ടെന്ന് അവർ തീരുമാനിക്കേണ്ട വേൾഡ് മുരുക കോൺഫറൻസ് പഴനിയിൽ നടത്താൻ വേണ്ടി വലിയ അത് DMK പോലത്തെ ഒരു ഗവൺമെന്റ് ദൈവവിശ്വാസം ഇല്ല എന്നൊക്കെ പറയണ അവര് ലോകരാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടൊന്നും അങ്ങനെ ആണെങ്കിൽ അവരുടെ ട്രഡീഷൻ ചെയ്യുന്നുണ്ട്. അവര് വലിയൊരു പ്രോഗ്രാം നടത്തി. നമ്മൾ പറയണ അതേ കൺസെപ്റ്റ് അവര് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മോദിജിയായിട്ട് നമ്മൾ എന്തോ ചെയ്യണത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ ഇവിടെയും അത് സംഭവിച്ചു. പക്ഷെ നമ്മളെന്തായാലും വേൾഡ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് ആ കോൺഫറൻസിൽ ചില ആൾക്കാരെ നമ്മൾ താവോയിസ്റ്റുകളെ കൊണ്ടുവന്ന പോലെ നമ്മളിന്ന് വിട്ടുപോയ ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാണ് യസീദികൾ. ഇറാഖ് സൈഡിലാണ് അവരുള്ളത്. സിദ്ധി എന്നാണ്, തെക്കുന്ന് സിദ്ധിച്ച് വന്നവർ. അവർ മുസ്ലിംസ് അല്ല, സൂഫി അല്ല. അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ മയിലിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഗോഡ. എന്താണ് പേര് എനിക്ക് ഓർമ്മ കിട്ടില്ല. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത മയിലിന്റെ മുകളിലാണ് ദൈവം. അവരമ്പലത്തില് നമ്മുടെ നിലവിളക്കൊക്കെ ഉണ്ട്. ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാലം മുമ്പ് കുമാരികാണ്ഡത്തിന്റെ സമയത്ത് അതും കൂടി നമ്മൾ ഇതിന് കൂടെ പറയണം. കുമാരികാണ്ഡം ഡിവൈഡ് ചെയ്ത് പോയ സമയത്ത് നമ്മുടെ ഇപ്പൊ ജപ്പാൻ, കൊറിയ എന്നൊക്കെ പറയുന്ന മലേഷ്യ, സിംഗപ്പൂരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവിടുന്ന് കുറെ പേര് തമിഴ്നാട്ടിലേക്ക് വന്നു. തമിഴ്നാട്ടിൽ വന്നപ്പോൾ നമ്മളിപ്പോ 6 വീട്
6 പടവീട് മുരുകൻ്റെ പറയുന്നുണ്ട്. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. പേര് പോലും 6 പടവീടുന്ന അമ്പലങ്ങൾ എന്നല്ല പറയണേ. ആർമിക്കാമ്പാണ് മുരുകൻ്റെ 6 ആർമിക്കാമ്പ. അത് കുമാരികാണ്ഡത്തിൽ ലോകം മുഴുവൻ ഉണ്ടായതാ. അത് കടലെടുത്ത് പോയപ്പോൾ അവിടുന്ന് വന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സാധനം എടുത്തിട്ട് നമ്മുടെ അടുത്ത് കൊണ്ട് വെക്കുമല്ലോ. അതേപോലെ തമിഴ്നാട്ടിൽ വെച്ചതാണ് ഈ 6 പടവീട്. ആ പേര് അപ്പോഴും ആ പടവീടെന്നാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും ആർമി ക്യാമ്പായിരുന്നു. ഇത് വേൾഡ് മുഴുവൻ ഉണ്ടായിരുന്നു. ആസ്ട്രേലിയയിലാണ് ഒരു സ്ഥലം, ഒരു പടവീട്. ഒരു പടവീട് ആഫ്രിക്കയിലെ റീയൂണിയൻ ഐലൻഡ്, ഒന്ന് ഉജ്ജയിനാണ്. ഇനി 3 ചിലപ്പോൾ കടലിലായിരിക്കാം, കടലിൽ മുങ്ങിപ്പോയ സ്ഥലത്തായിരിക്കാം. ഈ ആസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അബോർജിൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അവർ പല വാക്കുകളും തമിഴായിട്ട് കണക്റ്റഡാ. അവിടെ ഒരു കോളിൻ ഹൈറ്റർ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവര്. ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഇവര് പോയിട്ടാണ് ഈജിപ്തിൽ പിരമിഡൊക്കെ വെച്ചിരിക്കുന്നത്. ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആസ്ട്രേലിയയിൽ. അതേപോലെ പിരമിഡിന്റെ അവിടെ ഒരു പിളക്കുണ്ട്. അത് 2 സെയിമാ. നോക്കി കഴിഞ്ഞാൽ അറിയാം. നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, ഒന്നും ചരിത്രം അറിയാത്ത ആൾക്ക് ഇത്ര അറിവ്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുന്ന അറിവുകൾ മുരുകന്റെ ഗോഡ് മുരുകൻ വെറുതെ സ്വപ്നത്തിൽ കാണിച്ചു അതൊക്കെ പറയും. പക്ഷെ ആ ഒരു കണക്ഷൻ ഇത് മുഴുവൻ നീന്തിക്കില്ല. പിന്നെ കുറെ ആൾക്കാരാണ് ഈ പോയ ആൾക്കാരായിരിക്കാം ഈ ചെയ്തികൾ. അവരെ തിരിച്ച് നമ്മുടെ ഈ യാഗത്തിന് കൊണ്ടുവരണം എന്ന് മുരുക കോൺഫറൻസ് കൊണ്ടുവരുന്നുണ്ട്, ഈ താവോയിസ്റ്റുകളെ കൊണ്ടുവന്ന പോലെ. അതിനു മുമ്പ് നടത്താൻ പോകുന്നതാണ് ഈ അഗ്നിയാഗം. ഈ അഗ്നിയാഗം പക്ഷെ ഞാൻ വിചാരിച്ചതിലും ഭയങ്കര പവർഫുള്ളാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളിലൂടെയാണ് ഭഗവാൻ എന്നെ കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യത്തെ തയ്യാറെടുപ്പാണ് ഡിസംബർ 13 പഴനിയിൽ വെച്ച് നടക്കുന്ന മഹാഹോമമുണ്ട്. ഡിസംബർ 13 ഈ പറഞ്ഞ കാർത്തിക നാളാണ്, മഹാകാർത്തികയാണ്. കാർത്തിക തിരുവണ്ണാമല ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അവിടെ നീ വെച്ചില്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴാൻ. അതേ ദിവസം നമ്മുടെ വലിയൊരു ഹോമം രാത്രി 10 മണി തൊട്ട് 1 മണി വരെ. ശിവഭഗവാന്റെ ഒരു കണക്ഷൻ രണ്ടുപേർക്ക് എന്തായാലും പഴനിമലയിൽ 10 മണി തൊട്ട് 1 മണി വരെ പഴനിമല താഴത്ത് ഒരു മണ്ഡപത്തിൽ ഇരിക്കണം. ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു എല്ലാ എല്ലാവരും എന്താ പറയാ. ഈ യാഗം എന്തിനു? ഡിസംബർ 13 പഴനിയില് വൈകിട്ട് 6 തൊട്ട് ഗിരിവലം ഉണ്ട്. ഗിരിവലം ഗിരിവലം പഴനിമലയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. പക്ഷെ അത് ഞങ്ങളൊന്നും അത് എന്താ പറയാ, പഴനി കയറി പഴനിമല കയറാന്നാ പറയാ. 2.5 കിലോമീറ്ററാണ് ഗിരിവലം. പക്ഷെ ഇത് പഴനിയിൽ പോയാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഞാൻ ഈ അടുത്താണ് പറഞ്ഞു തുടങ്ങിയത്. എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഒരു കൊല്ലൊക്കെ ഉള്ളു. ഈ ഒരു കൊല്ലം കൊണ്ട് ഗിരിവലത്തിൽ അവിടെ ഉണ്ടായ പ്രത്യേകത എന്താ ചെയ്യാം, ഒറ്റ വണ്ടികളെ ഉള്ളിൽ കയറ്റില്ല. നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ശേഷം, ഗിരിവലത്തെ കുറിച്ച് ഞാൻ സംസാരിച്ച് തുടങ്ങിയ ശേഷം, അത് എന്റെ കഴിവല്ല, ഭഗവാന്റെ അനുഗ്രഹം. ഒറ്റ വണ്ടികളെ ഇപ്പൊ ഉള്ളിൽ കയറ്റില്ല. ആൾക്കാർക്ക് മാത്രം നടക്കാൻ പറ്റും. മറ്റേത് ബസ്സും കാറും ബൈക്കും വന്ന് നമ്മുടെ അടുക്ക് കൂടെ പോണത്. തിരുവണ്ണാമല പോലെ തന്നെ ഒറ്റ ആളില്ല. അത് മാത്രമല്ല, വഴിയിലുള്ള കടകളൊക്കെ അടച്ചു പൂട്ടി. മാക്സിമം ബാറ്ററി കാർ, ദേവസ്വം ഇതിൽ ബാറ്ററി കാറുള്ള, അതിൽ വേണമെങ്കിൽ നടക്കാൻ പറ്റാത്ത ബാറ്ററി കാറിൽ ഗിരിവലം ചെയ്യാം. പിന്നെ നടക്കുക ഒരാളുണ്ടാവില്ല. ആ ലെവലിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുക. ഗിരിവലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മള് ഭോഗനാഥത്തിൽ 2 വിഗ്രഹം വെച്ചിരിക്കുന്നത്. ഒന്ന് നവപാഷ, രണ്ടാമത്തെ വിഗ്രഹം അദ്ദേഹത്തിന്റെ സമാധിയില്ല. അത് ഡാർക്ക് മാറ്ററിലാണ്. ആ വിഗ്രഹത്തിന് നമ്മോട് പ്രാർത്ഥിക്കാൻ പറ്റും. പഴനിമലയ്ക്കൊരു കണക്കുണ്ട്. 2 മലയുണ്ട്. ഒന്ന് പഴനിമല, ഇപ്പുറത്തെ ഇടുമ്പർമല. അത് ശിവഗിരി ശക്തിഗിരി എന്നാ. ആൺപെൺ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം. പോട്രോൺ ഇലക്ട്രിസിറ്റി പാർക്ക് ന്യൂട്രൽ പോയിന്റ്. അങ്ങനെ ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. സിഗണ്ടി പാറ എന്ന പേര്. ഇത് 3 കൂടി ചെല്ലുന്ന ഒരു എനർജി, ഒരു ചലനം ഉണ്ട് പഴനിമല. അതൊക്കെ കണ്ടിട്ടാണ് ഭോഗനാഥ് സിദ്ധർ ഈ ന്യൂട്രൽ പോയിന്റിൽ നേരെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നേരെ ഭോഗർ സമാധി ഗുഹയുടെ ഉള്ളിൽ. അത് ആർക്കും അറിയാത്ത ഗുഹയുടെ ഉള്ളിൽ നേരെ വരച്ചാൽ മതി. നേരെ സ്ട്രൈറ്റ് ലൈൻ വെച്ചാൽ ഈ ഗുഹയുടെ ഉള്ളിലെത്തും. ആ ഗുഹയുടെ ഉള്ളിലാണ് ഈ 2ാമത്തെ വിഗ്രഹം ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു കണക്ക് പഴനിമലയില് പിരമിഡിനെ കുറിച്ചിട്ട് പറയില്ലേ, ഒരുപാട് രഹസ്യങ്ങൾ അറിഞ്ഞതാണ്. ഏലിയൻസ് ആയിട്ട് കണക്റ്റഡ്, അതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം. ഈജിപ്ത് വരെ ആ പിരമിഡിന്റെ കണക്ഷൻസ്, ഏലിയൻസ് ആയിട്ടുള്ള കണക്റ്റഡ്. അത്രയും കണക്കിലാണ് ഈ സംഭവം പഴനിമല ഡിസൈഡ്. അവിടെയാണ് ഈ ഡിസംബർ 13 ഗിരിവലയം ചെയ്തത്. ഇത് എന്തിനു വേണ്ടി യാഗം എന്നുള്ളത് നമ്മൾ ഇപ്പോഴൊക്കെ അറിയാണ്. ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനാ. കാരണം നമ്മൾ ഓരോ യാഗത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടാണ് ആ യാഗം ഭഗവാന്റെ ഡയറക്ഷനിൽ പറഞ്ഞിട്ടാണ് ചെയ്യുക. കാരണം
നമ്മുടെ ഭാരതത്തിന് ഇനിയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കാൻ പോകുന്നത് ഒരു ശക്തി Deep ഡീപ് state. സ്റ്റേറ്റ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലിമിനാറ്റി പവറാണ്. ഉം, ഉം. നമ്മൾ നേരത്തെ വെച്ച അമേരിക്കയുടെ നോട്ടിലുള്ള ശക്തി. ആ ശക്തി എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ ലോകം ഭരിക്കുന്നത്. അവരുടെ കൺട്രോളിൽ നിന്ന് മാറിപ്പോയാൽ മാത്രമേ ഭാരതത്തിന് ഫൈനൽ സ്റ്റേജിലേക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഷൈനിങ് ആക്ച്വലി ഒരു പെർമനന്റ് ഷൈനിങ് ആയി മാറണമെങ്കിൽ ഇതിപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഇതിലേക്ക് കടന്നത്. അതെ ഇതാളായിട്ട് അതെ അതെ ഇപ്പൊ എല്ലാവരും ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചു തുടങ്ങി ഒരുപാട് പേര് അതെ 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 ഒരുപാട് പേര് സംസാരിച്ചു തുടങ്ങി. കാരണം ആ ഡീപ് സ്റ്റേറ്റിനെ തകർത്താല ഫുള്ള് മുരുകാൻ്റെ എനർജി വരുള്ളൂ. അത് തകർക്കാൻ വേണ്ടി ഉള്ള യാഗമാണ് ഈ അഗ്നിയാഗം. അതിനുള്ള ആദ്യത്തെ തയ്യാറെടുപ്പാണ് ഡിസംബർ 13 പഴനിമലയിൽ വെച്ചിട്ടുള്ള നടത്തുന്ന മഹാഹോമം. ഇതിലേക്കാണ് അങ്ങനെയും ക്ഷണിക്കണം എല്ലാ എല്ലാവരും. പ്രേക്ഷകരെല്ലാവരും എല്ലാ പ്രേക്ഷകരും പങ്കെടുക്കണം എന്ന രിജിത്തേട്ടൻ്റെ എന്താ പറയുക റിക്വസ്റ്റും ഡീറ്റെയിൽസ് നമുക്ക് എല്ലാം അതെ ഞാൻ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലോ എല്ലാ ആൾക്കാരെ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കാം ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാം. ഈ രണ്ടാമത്തെ ഇനിയിപ്പം ഇപ്പം നമ്മളിപ്പോൾ 5ാമത്തെ യാഗമാവും, ഇനി അടുത്തത് 6ാമത്തെ യാഗം. അതിനുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. അഞ്ചാമത്തെ യാഗം പോലും എവിടെ വെച്ച് നടത്തുന്നത് കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞാലാണ് അതിലേക്ക് കടക്കുള്ളൂ. ഇനി ഈ സിദ്ധരെ പറഞ്ഞ ഒരു ചോദ്യം, ഇപ്പം താവോ എന്നുള്ള മതം ചൈനയിൽ പോയിട്ട് പുള്ളി ചെയ്തു. അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താവോ മതത്തിൽ എപ്പോഴും ഒരു സീറോ കോൺസെപ്റ്റാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു രീതിയല്ല, ഒരു ആരാധന രീതിയല്ല, ലൈക്ക് ഒരു മെഡിറ്റേറ്റീവ് സൂപ്പർ കോൺഷ്യസ്നെസ് രീതിയിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ സിദ്ധർ ഇവിടെയുള്ള സമയത്ത് അപ്പോൾ ഈ സിദ്ധർ തന്നെയാണോ ആ സിദ്ധർ എന്നൊരു ചോദ്യമാണ്. അപ്പം ഇവിടെയുള്ള സിദ്ധർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വിഗ്രഹാരാധനയും ഹോമങ്ങളും ആ ഒരു അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ രണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? കാരണം ഇതിനായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്താ ഈ രണ്ടും രണ്ട് രീതിയിൽ ഒരേ സിദ്ധരുടെ രണ്ട് വശങ്ങളിലൂടെയാണ് തീർച്ചയായും. അതായത് രണ്ടും ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. രണ്ടിലൂടെയും നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ വഴി പോവാം, ഈ വഴിയും പോവാം. പക്ഷെ രണ്ടും എത്തണത് ചൈനയിൽ ആ രീതിയിലാണ് അവിടെ അത് വാക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഈ രീതിയിൽ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ മഹത്തായ ഒരു സന്ദേശമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് നോക്കൂ, ഡാർക്ക് മാറ്ററിൽ വിഗ്രഹം എന്ന് പറഞ്ഞ ശൂന്യതയാണ്. ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല ഒരു സ്പിരിച്വൽ സീക്കർ എന്നതിൽ ഞാൻ പല കാര്യങ്ങളും വായിക്കുമ്പോൾ ഇന്ന് ലോകത്തും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന അട്രാക്ട് ചെയ്യപ്പെടുന്ന അമ്പലങ്ങളൊന്ന് പളനി, ശബരിമല, മുരുകൻ, നമ്മൾ എന്താ പറയുക നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള അമ്പലമല്ലേ തിരുപ്പതി, ഈ 3 അമ്പലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സമാധിയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും സിദ്ധസമാധികളാണ്. ഒരു പ്രധാനപ്പെട്ട അമ്പലങ്ങൾ സിദ്ധസമാധിയാണ്. അവിടെ ഒരു വലിയൊരു പവർ അട്രാക്ട്, ജനങ്ങൾ അങ്ങോട്ട് ഓട്ടോമാറ്റിക്. ഇപ്പം ഒരു പരിചയം ഇല്ലെങ്കിലും നമ്മൾ പറയില്ലേ, പണ്ട് മുതലേ പള്ളി പോകാന്നുള്ളത്, പള്ളി പോയി മുട്ടടിക്കുക, അല്ലെങ്കിൽ തിരുപ്പതി പോയി മുട്ടടിക്കുക, ശബരിമലയ്ക്ക് പോവുക. അപ്പോൾ ഈ ശബരിമലയ്ക്ക് ഇങ്ങനെ ഒരു സിദ്ധ കണക്ഷൻ ഉണ്ട്, അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അല്ല, ഉറപ്പായിട്ട് സമാധി ഉണ്ടാവും, ഉറപ്പാണ്. ഇപ്പൊ കൊങ്കണവരുടെ സമാധിയാണ് തിരുപ്പതി. അതെ, പഴനിമല അത് സമാധി അങ്ങനെ അത് ഭാഷ ഞാൻ പറഞ്ഞു. പഴനിമല ഭോഗസിദ്ധരുടെ സമാധി. അതെ, ഉറപ്പായിട്ടും ശാസ്താവ് സമാധി ആയിരിക്കും. എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു പവർ ഉറപ്പായിട്ടുണ്ടാവും, ഒരു സംശയമില്ല. ഇപ്പൊ അത്ര ആൾക്കാർ വരുന്നെങ്കിൽ അവിടെ അവൻ അത്രയും ജനങ്ങളല്ലേ വരുന്നത്. കാരണം ചെറിയൊരു സ്ഥലവും ഇത്രയും ജനങ്ങൾ പോകുന്ന കാര്യം. നമ്മളൊരു യതീഷയുടെ ഒരു എന്താ പറയുക, സ്പിരിറ്റ് ഓഫ് ശാസ്ത്ര എന്ന പ്രോഗ്രാമുണ്ട്. നമ്മളത് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രയും ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. കാരണം അത്രയും ജനങ്ങൾ. ഇപ്പം ഒരുപാട് റിക്വസ്റ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന്, കർണാടകയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അവർ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കന്നഡയിൽ ചെയ്യുന്നത്, എന്തുകൊണ്ട് തെലുങ്കും ചെയ്യുന്നത്? കാരണം അവിടെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ അവരുടെ കുടുംബദേവത പോലും അല്ലെങ്കിൽ ഗ്രാമദേവത പോലും അയ്യപ്പനാണ്. അവർ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു എന്താ പറയുക, ഒരു ലെവൽ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സിദ്ധ സമാധികളാണെന്നതിൽ ഒരു ഉറപ്പായിട്ടുണ്ടാവും. അതെ, അഗസ്ത്യയുടെ സമാധിയാണ്. അതെ, സിദ്ധന്മാരുടെ സമാധിയുള്ള അമ്പലങ്ങളാണ് അത് ഭയങ്കര റിച്ചസ്റ്റും ആയിരിക്കും അല്ലേ. നമ്മുടെ മണിക്ക് ഒരു കുറവും ഉണ്ടാവില്ല, പവർഫുൾ ആയിരിക്കും. കാരണം അവരാ എനർജി കാരണം അവർക്ക് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും. അങ്ങനെ ഒരു പവർ അവിടെ ഉള്ളത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ. അപ്പൊ ഇദ്ദേഹം ഭോഗനാഥ സിദ്ധർ ഇപ്പൊ അങ്ങനെ 2 സിസ്റ്റം ചോദിച്ചു. അത് യിങ്യാങ് സിസ്റ്റമാണ്. അത് ചൈനയിൽ യിങ്യാങ്ങിന്റെ ഒരു സൈഡും ഇന്ത്യയിൽ ഒരു സൈഡും. അത് നേരത്തെ ഞാൻ പറഞ്ഞു, പഴനിമലയിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണതെന്ന് പറഞ്ഞു. യിങ്യാങ് മോളിൽ മാറ്ററും
അടിയിൽ ഡാർക്ക് മാറ്റർ, ഡാർക്ക് മാറ്റർ ആയിട്ട് അത് യിങ്യാങ് ആ പോയിന്റ് ഡാർക്ക് പോയിന്റ് മാറ്റർ. യിങ്യാങ് ലെവലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കുറച്ചും കൂടി വലുതായിട്ടാണ് ഇന്ത്യ ചൈന ലെവലിൽ അദ്ദേഹം യിങ്യാങ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ചൈനയിൽ സിസ്റ്റം അതുകൊണ്ടാണ് ഇപ്പം രജിത്തേട്ടൻ പറഞ്ഞ 2 രാജ്യവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹോദര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൽ ലോകം 2 രാജ്യവും ഭയങ്കരമായിട്ട് ലോകം ഭരിക്കൂ. ആ ഒരു പവർ കയറുന്നത്. അപ്പൊ അദ്ദേഹം അന്നാണ്. പക്ഷെ ഈ സമയത്ത് അത് നടക്കും. ഞാനത് കഴിഞ്ഞതിന്റെ ഈ യാഗത്തിന്റെ സമയത്ത്, ഈ സമയത്ത് ഞാൻ പറഞ്ഞത് ചൈനയായിട്ട് ശത്രുതയല്ല, പക്ഷെ കോൺഫ്ലിക്ട്സാ ചില അല്ല, ശത്രുതകൾ മാറണം. അതെ ശത്രുതകൾ മാറി ഇന്ത്യനെ അവർ അംഗീകരിക്കണം. അവരിപ്പോ ഒരു വലിയ ലെവലിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ ഇത് വലുതാണെന്ന് സമ്മതിച്ച് വരുമ്പോഴാണ് സൗഹൃദം വരുള്ളൂ. ആ ലെവലിലേക്ക് അവർ കാഴ്ചപ്പാടും മാറും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഒരുപാട് വീഡിയോസ് ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇപ്പൊ മാറി അവര് നമ്മളെ അംഗീകരിച്ചു തുടങ്ങി, നമ്മുടെ ആ വലിപ്പം മനസ്സിലാക്കി തുടങ്ങി, അത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ അതാണ് ആ യാഗത്തിന് വിഷയം. അത് നടക്കണം. ഇപ്പൊ ഇവിടെയും ആ മോഹൻലാൽ സിദ്ര അങ്ങനെയാണ് 2 സിസ്റ്റത്തോടെ. ഈ താമോ മതത്തില് അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മരത്തുനിന്ന് ഒരു ഇല എങ്ങനെ വീഴണം ഭൂമിയിൽ, അതേപോലെ ജീവിക്കണം എന്നാ പറയണ. ഒരു മരത്തുനിന്ന് വീണ ഒരു ഇലയ്ക്ക് ഒരു താളമുണ്ട്, താളക്രമമുണ്ട്. അത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ലാൻഡ് ചെയ്യും. അതേപോലെ നമ്മൾ ജീവിതത്തില് പ്രപഞ്ചത്തിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യണം എന്നാണ് ആ കൺസെപ്റ്റ്. സീറോ കോൺസെപ്റ്റ്. അതാ ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഊർജ്ജ പ്രവാഹത്തിൽ നമ്മളും ഭാഗമായി തീരും എന്നാണ് അതിൻ്റെ ഒരു ഇത്. അദ്ദേഹം തന്നെ ഇവിടെ ഈ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ സിസ്റ്റത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകണത്. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു അവതാരക ആളാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഇന്തോനേഷ്യ അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ രജിത്തേട്ടൻ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബുക്കിൽ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു കാവ് സിസ്റ്റമാണ്. അമ്പലങ്ങളൊക്കെ ഒരു കാവ് സിസ്റ്റത്തിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ. കാരണം അവരുടെ എല്ലാ എന്താ പറയുക ഈ ആധ്യാത്മിക അല്ലെങ്കിൽ ഈ പൂജാവിധികളൊക്കെ തന്നെ ഒരാളിൽ നിന്ന് വായ്മൊഴിയായിട്ടാണ് മറ്റൊരാളിലേക്ക് പോയത്. അത് ഞാൻ ഈ ബുക്കിൽ വായിക്കുമ്പോഴാണ് കാരണം വളരെ ഒരു ചരിത്രപ്രധാനമുള്ള ബുക്കും കൂടിയാണ്. അത് പ്രേക്ഷകരും കൂടി മനസ്സിലാക്കണം. വളരെ ചരിത്രപ്രധാനം, വായിക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് റഷ്യയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. നെപ്പോളിയൻ അതിലേക്ക് അടുത്ത എപ്പിസോഡിൽ കിടക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള സാധനമാണത്. അപ്പോൾ ഈ കാവ് സിസ്റ്റം ഒരു ആളെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് പോകുന്നൊരു കാവ് സിസ്റ്റമാണല്ലോ. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഉള്ള സ്ഥലത്താണ് ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ളൊരു ബുക്ക് നമുക്ക് കിട്ടുന്നത് 19-ാം നൂറ്റാണ്ടിന് കിട്ടുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വായ്മൊഴിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിന് ഈ കുമാരി കാണ്ഡത്തിനായിട്ട് വളരെ ഡീപ്പായിട്ടൊരു ബന്ധം ഉണ്ടാവണ്ടേ? തീർച്ചയായും ഉണ്ടാവും. ഞാൻ ബാലിയിലേ പോയിട്ടുള്ളൂ. ബാലിയിലാണ് ഈ ബാലി ത്രിമൂർത്തികളാണ്, ശിവം, വിഷ്ണു, ബ്രഹ്മാവ്. അതാണ് നമ്മള് മേൽക്കൂരി ഉണ്ടാവില്ല. അതെ നമ്മൾ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നു. കല്ല് മാത്രം ഒന്നുമില്ല. നമ്മുടെ കാവ് സിസ്റ്റമാണ്. അവിടെ മാംസം വിളമ്പും. ക്ഷേത്രത്തിൽ മാംസം വിളമ്പും. ഒരു പ്രധാന ചടങ്ങാണ് മാംസം വിളമ്പും. കേരളത്തിനായിട്ട് വളരെ നമ്മൾ ഈ അറ്റത്ത് കിടക്കുന്ന നമ്മളായിട്ട് വളരെ ബന്ധപ്പെട്ട്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിലെ പറമ്പിൽ വെച്ച് കൊടുക്കും. അത് നമ്മൾ മാംസമാണ് വെച്ച് കൊടുക്കുക. അതെ. അപ്പോൾ അവർക്ക് പക്ഷെ ബുക്കുകളില്ല. വായ്മൊഴികളിലൂടെയാണ് അവരുടെ മഹാഭാരതം എല്ലാം വായ്മൊഴികളുടെ. പക്ഷെ അത് ഉറപ്പായിട്ട് ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അത് അവിടെ നിന്നാണ് ഈ ബുക്ക് കിട്ടുന്നതേ. കാരണം ഈ ബ്രഹ്മാണ്ഡ പുരാണം, കാരണം നമുക്ക് രാമായണം പോലും തരുന്ന ആ ഒരു ബുക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ, അവിടെ അങ്ങനെ ഒരു വായ്മൊഴിയുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ ഇതിന് 20 തലമുറകൾക്കപ്പുറം ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായും ഉറപ്പായിട്ടുണ്ട്. ഉറപ്പായിട്ട് ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് ഒരു പുര ബെസാക്കി ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയിരിക്കുന്നത്. ബെസാക്കി എന്ന് പറഞ്ഞാൽ വാസുകിയുടെ അവരുടെ പേരാണ് ബെസാക്കി. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ട്. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ റഷ്യയിൽ യാത്ര ചെയ്തു, ചൈനയിൽ യാത്ര ചെയ്തു, ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും യാത്ര ചെയ്തു, ഓസ്ട്രേലിയയിൽ പോയിരുന്നല്ലേ? മംഗോളിയയിലൊക്കെ പോയത്. അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് റഷ്യയിൽ ട്രഡീഷണൽ മെഡിസിൻ. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സാണ് ഡോക്ടേഴ്സ് പഠിച്ചത്. അവരെപ്പോഴും പറയുന്നത് അവരാദ്യം പഠിപ്പിക്കുന്നത് പൾസ് എടുക്കാനാണ്. പൾസ് എടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ ട്രഡീഷണൽ മെഡിസിൻ, ചൈനയിലാണെങ്കിലും ട്രഡീഷണൽ മെഡിസിൻ, അവർക്ക് എല്ലാ ട്രഡീഷണൽ മെഡിസിനും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇപ്പോൾ സിദ്ധ മെഡിസിൻ തമിഴ്നാട്ടിലാണ്. സിദ്ധ പാരമ്പര്യത്തിൽ സിദ്ധ മെഡിസിൻസ് മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഉള്ള പല രാജ്യങ്ങളും അവരുടെ ട്രഡീഷണൽ മെഡിസിൻസ് ഇപ്പോഴും വളരെ ഹൈ ലെവലിൽ കൊണ്ട് നടക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഇപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിനിലേക്ക് നമ്മൾ മോഡേൺ മെഡിസിൻ ഇപ്പോൾ കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ മോഡേൺ മെഡിസിൻസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആയുർവേദമാണ് നമ്മളുടെ വളരെ ഏറ്റവും ഇപ്പം എന്താ പറയുക, ആയുഷൊക്കെ പ്രധാനമന്ത്രി വളരെ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും
ഇപ്പോൾ ഈ അതിനായിട്ട് എന്തെങ്കിലും ഈ ചൈനയിലെ അക്കുപഞ്ചർ അതെ അക്യുപഞ്ചർ അവരൊക്കെ അത് ഗംഭീരമായിട്ട്. പക്ഷെ ഇവിടെ മോഡേൺ മെഡിസിന്റെ ഒരു വളർന്നു വന്നു. ഭയങ്കര വളർന്നു. അതെ ഒരു മാഫിയ എന്ന ലെവലിലേക്ക് കുറെ പേര് വളർന്നു. എളുപ്പമല്ല അത് മാറിപ്പോ. ഗുണമുണ്ട് മോഡേൺ മെഡിസിൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ. അല്ല ഗുണമില്ലാന്നല്ല പറഞ്ഞു. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്ന് വെച്ചാല് മോഡേൺ മെഡിസിൻ എടുത്തു 100 പേരെടുത്തു, അതിൽ 10 പേർക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല, 90 പേർക്ക് റിസൾട്ട് കിട്ടും. അത് നമ്മൾ ഗവനിക്കാണ്ട് വിടും. ആയുർവേദത്തിൽ 100 പേര് വന്നു, 10 പേർക്ക് കിട്ടിയില്ലെങ്കിൽ ആ 10 പേര് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അത് മനഃപൂർവ്വം പ്രൊജക്റ്റ് ചെയ്യിക്കുന്നതാണ്. അപ്പം എന്താ ബാക്ക് ഫുഡിലേക്ക് പോകും. അത് അങ്ങനത്തെ സംഭവം നടക്കുന്നത്. 2 സ്ഥലത്തും 90 പേർക്കാണ് റിസൾട്ട് കിട്ടുക. കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ആയുർവേദ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹൗസസ് കംപ്ലീറ്റ് ക്ലോസ് ആയി. വളരെ എണ്ണിലാവുന്ന ആയുർവേദ നിർമ്മാതാക്കളേ ഉള്ളൂ. ഗവൺമെന്റ് ഒക്കെ ശ്രമിച്ചാലും കാരണം ഇതാണ് ഉണ്ടാവണം. 100-ൽ 90 പേർക്ക് 2 സ്ഥലത്തും ഗുണം കിട്ടിയിട്ട് 10 പേർക്ക് ഗുണം കിട്ടില്ല. പക്ഷെ മറ്റേ 10 പേര് നമ്മള് അവർക്കൊരു എക്സ്ക്യൂസ് കൊടുത്ത് ഇവിടെ 10 പേരെ പ്രൊജക്റ്റ് ചെയ്യും. അവരെ സിദ്ധ മെഡിസിനിൽ പോവുകയാണെങ്കിൽ 2 പേരുണ്ടായാൽ മതി, 2 പേരെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ പെടുമ്പോൾ എന്തുണ്ടാവുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ഫുട്ടിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് പിന്നെ ഗവൺമെന്റ് ലെവലിലൊക്കെ മാറിയാൽ തന്നെ അതിലൂടെ പിന്നെ വളരണമെങ്കിൽ അതിലൊരു പഠനം നടക്കണം. എന്തിലും വളരണമെങ്കിൽ അതിൽ പഠനം. നമുക്ക് കുറച്ച് ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുറെ അറിവുകൾ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാണ്ട് രഹസ്യമാക്കി വെക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ കുറെ ആൾക്കാർ ചെയ്തിരുന്നു. മറ്റവര് വിട്ടുകൊടുത്തു. അതെ അപ്പൊ എന്താ ചെയ്യാ, അത് ഭയങ്കരമായിട്ട് വളർന്നു. മറ്റേത് ഇങ്ങനെ പിടിക്കും. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് അതിന്റെ വളർച്ചത്തിന് തുടക്കത്തിൽ മുരടിച്ചു പോകുന്ന അവസ്ഥ. രണ്ടിനും ഗുണവും ദോഷമുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മള് ഒരു അറിവ് കുറെ പേർക്ക് വിട്ടുകൊടുക്കുക, അത് വളരാം. അതിന്റെ കൂടെ ഇപ്പൊ തെറ്റായ കൈകളിൽ എത്തിച്ചത് അതിന്റെ ദോഷം ഉണ്ടാവും. ഇവിടെ പിടിച്ചു വെക്കുമ്പോ തെറ്റായ കൈകളിൽ എത്തില്ല, പക്ഷെ വളരണത് കുറയും. പക്ഷെ ഒരു പ്രധാന അറിവുള്ള ആള് മരിച്ചു കഴിഞ്ഞാൽ അറിവ് അതോടുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ തെറ്റായ കൈകളിൽ എത്തിപ്പെടില്ല, പക്ഷെ വളരില്ല. മറ്റേത് വളരും, തെറ്റായ കൈകളിൽ എത്തിപ്പെടും. രണ്ടിനും ഗുണവും ദോഷവും പ്രപഞ്ചത്തിനുള്ളതാ, എല്ലാത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇനിയൊരു എന്താ പറയുക, എനിക്ക് മനസ്സിലെപ്പോഴും തികട്ടി വരുന്ന ചോദ്യമാണ്. അപ്പം UK പോയിരുന്നു, യാത്ര ചെയ്തു. അവിടെയാണ് ആദ്യമായിട്ട് ഹൗസ് പൂജയൊക്കെ ചെയ്തു. മുരുകഭവാൻ്റെ പൂജയൊക്കെ വീട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു പ്രതിഷ്ഠ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലേ? മുരുകഭവാൻ്റെ ഒരു പ്രതിഷ്ഠ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് അങ്ങ് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് അതെല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് അവിടെ പോണ സമയത്ത് അവിടെ ആ പ്രതിഷ്ഠ ചെയ്യണോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് വന്നു. ആ സമയത്താണ് രജിത് കുമാർ ഒരു ബ്ലാക്ക് മാജിക്കുകാരനാണ് എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് അങ്ങേക്ക് വളരെയധികം എന്താ പറയുക, ഒരു മാനസിക സംഘർഷമോ അല്ലെങ്കിൽ അത് ആ ഒരു ഇവന്റ് എന്താണ് ആ ശരിക്കും സംഭവിച്ചത്? 2016 നടന്നത്. 2015 വരെ ഞാൻ പറഞ്ഞത്. 2016 ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പറയാൻ ഭഗവാൻ അനുവദിച്ചു. 12 കൊല്ലത്തിന് ശേഷം 2004 തൊട്ട് 2016 പുറത്ത് പറയാൻ 12 വർഷം എടുത്തു. ആലോചിച്ച് നോക്കി. 5 കൊല്ലം ഉണ്ടെങ്കിൽ MBBS കിട്ടും. 12 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയുള്ളത്. അപ്പോൾ ആ 2016 അപ്പോഴാണ് മൂന്നാമത് എന്ന് പറഞ്ഞ വേന്ദ്ര TV തമിഴ് ചാനലിലാണ്. കേരളത്തിൽ ഞാൻ ഇപ്പോഴാണ് സംസാരിച്ചത്. അതെ ഒരു കൊല്ലമായിട്ടുള്ള സംസാരിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് സ്വീകരിച്ചു കേരളത്തിൽ. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവർ ഇപ്പോഴാണ് അനുവാദം തന്നത്. 2017 തമിഴ് ചാനലുകളിൽ അവരെ മൂന്നാമത് കണ്ടു പറയാം. അത് കണ്ടിട്ടാണ് ആൾക്കാർ തന്നെ അന്ന് എല്ലാമാർക്കും ആരംഭിച്ചിട്ടില്ല. അപ്പം എന്നെ ലണ്ടനിലേക്ക് വിളിക്കണം. ലണ്ടനിൽ പോയിട്ട് ഞാൻ പൂജ ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഒരു അമ്പലത്തിൽ ഒരു മുരുകൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാം എന്ന് പറയുന്നു. അപ്പം ഞാൻ ശരി പഴനിയിൽ പൂജിച്ച് കൊണ്ടുവരാം. അന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മുടെ അവരെന്താ വിഗ്രഹം അതിന് പേയ്മെൻ്റ് ഒക്കെ അവർ കൊടുത്തിട്ട് തൃശ്ശൂർ ഉണ്ടാക്കണു, പഴനിയിൽ പൂജിക്കണു. അതുവരെ ഇങ്ങനെ പോയി. പക്ഷെ പിന്നെ അവിടെ എത്തണം മുമ്പ് അവര് തമ്മിൽ വഴക്കുണ്ടായി. അമ്പലത്തിന്റെ ഉള്ളിൽ ആൾക്കാർ, കമ്മിറ്റിക്കാർ തമ്മിൽ വേറെ എന്തോ ഒരു കാര്യത്തിന് വഴക്കുണ്ടായിട്ട് തമ്മിൽ 2-3 മാസത്തിനുള്ളിൽ നടന്നതാണ്. ഭയങ്കര വഴക്കുണ്ടായപ്പോൾ ഒരു കൂട്ടർ ആണ് ഇതിലൊക്കെ തയ്യാറായി വന്നത്, മറ്റു കൂട്ടർ ഇതിന് എതിരായി. ഇതായിട്ടല്ല കാര്യം, വഴക്കുണ്ടായിട്ട്. പക്ഷെ എന്നാ നിങ്ങളുടെ ഒരു കാര്യം ഇവിടെ അമ്പലത്തിൽ സമ്മതിക്കില്ല എന്നൊരു കൂട്ടരും, ഞങ്ങളെല്ലാ കാര്യവും നടത്തുന്നു, ഇവരും തമ്മിലുള്ള വഴക്കുണ്ടായി. ഇപ്പൊ ഇവരെ സംബന്ധിച്ചൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി, ഇത് നടത്താൻ പാടില്ല. അപ്പൊ ഇവർ അപ്പൊ പറഞ്ഞ വാചകങ്ങളാണ് ഇത് ബ്ലാക്ക് മാജിക്കിൽ കൊണ്ടുപോകുന്ന മുരുകാന്റെ വിഗ്രഹം ബ്ലാക്ക് മാജിക് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ അപ്പുറം വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറയണത്, ഞാൻ എൻ്റെ തുടക്കകാലത്തുള്ള ഇപ്പൊ ഞാൻ വിജയങ്ങളെക്കുറിച്ച്, ഭഗവാൻ അനുഗ്രഹത്തിൽ കിട്ടിയ വിജയങ്ങളെക്കുറിച്ച് അങ്ങനെ മുമ്പിൽ സന്തോഷത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥയല്ല അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ യൂറോപ്പിലാണെങ്കിലും വെസ്റ്റേൺ സൈഡിൽ അമേരിക്ക ആണെങ്കിലും പോകുമ്പോൾ അവിടെ
നമ്മളറിയാത്ത എനർജികളുണ്ട്. നേരത്തെ പറഞ്ഞ പല എനർജികളുണ്ട്. അവരുടെ ബ്ലെസ്സിങ് കിട്ടിയാൽ മാത്രം അവിടെ വിജയിക്കുള്ളൂ. 2 ടൈപ്പ് എനർജി ഉണ്ട് അവിടെ. ഞാനത് പൂർണ്ണമായിട്ടത് പറയുന്നില്ല. 2 ടൈപ്പ് എനർജി. ഇവിടുന്ന് അവിടെ പോയി വിജയിച്ചിട്ടുള്ള ഏത് ആളുടെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാലും ഇവർ ഏതെങ്കിലും ഒരു എനർജി എടുത്തിട്ടുണ്ടാവും. അത് ഒന്നുകൂടി ഉള്ളിലേക്ക് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ആ എനർജി നമ്മളത് നെഗറ്റീവ് എന്നല്ല പറയണേ. അവിടെയുള്ള എനർജി ആ എനർജീനെ നമ്മൾ റിസീവ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് റിസീവ് ചെയ്യണം. അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റും. സ്റ്റെബിലൈസ് ചെയ്തിട്ട് അല്ലേ? വിജയിക്കാൻ പറ്റില്ല. അത് ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര റിസ്ക്കാ. അത്